അപ്പോൾ ദാ ഓണത്തിൻ്റെ രണ്ടാമത്തെ ദിവസമായിട്ടുള്ള ചിത്രവിശേഷവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. പുലർക്കാലം 4:45 തന്നെ ഞാനും ഹരിയേട്ടനും എണീറ്റിട്ടുണ്ടായിരുന്നു. എണീറ്റ് ചിത്രപ്പൂക്കൾ ഒരുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് മക്കളെ കൂടെ കൂടിയിട്ടില്ല, കാരണം ഇന്ന് തിങ്കളാഴ്ചയാണ്, സ്കൂളുള്ള ദിവസമാണ്. ഇന്ന് മാത്രമല്ല അവർക്ക് എക്സാമും ഉണ്ട്. അപ്പോൾ അവരോട് അവരുടെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ചിത്രപ്പൂക്കളത്തിലേക്ക് ഇറങ്ങി കേട്ടോ. ഇന്നലെ അത്തം ദിവസം ഞാനും ഹരിയേട്ടനും മനുമോനും പൊന്നൂട്ടി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ അത്തപ്പൂക്കൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അതാ നമ്മുടെ പൊന്നൂസുട്ടിക്ക് ഫോട്ടോഷൂട്ടിനോ വീഡിയോ ഷൂട്ടിനോ ഒന്നിനും സമയമല്ല. ആൾക്ക് വേഗം സ്കൂളിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 8 മണിയാകുമ്പോഴത്തേക്കും ആൾ വേഗം ചിത്രദിനാശംസയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാ ഞങ്ങൾ 8:30 8:45 ആയപ്പോഴത്തേക്കും ഞാനും ഹരിയേട്ടനും മനുമോനും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിത്രവിശേഷം മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇന്നലെ അത്തവിശേഷം എന്തായാലും നല്ലൊരു ലോങ് വീഡിയോ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്തം മുതൽ തിരുവോണം വരെ 10 ദിവസങ്ങൾ നമ്മളിതുപോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വെറൈറ്റി ആയിട്ട് പൂക്കൾ ഒരുക്കാറുണ്ട് കേട്ടോ. ഇത് ഇന്നത്തെയോ ഇന്നലത്തെയോ ഹാബിറ്റല്ല, നമ്മുടെ വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ ഒരു ഹാബിറ്റാണ് കേട്ടോ. നമ്മുടെ ഹാബിറ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സന്തോഷം സമാധാനം എല്ലാമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് വെറൈറ്റി ആയിട്ടുള്ള പൂക്കളങ്ങൾ ഞങ്ങൾ എപ്പോഴും ഒരുക്കാറുണ്ട്. അപ്പോൾ അത് ഈ വർഷവും തിരുവോണം വരെ നമുക്കത് കാണാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്കിനി നാളെ കാണാം.